ഭരണവിരുദ്ധ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ച മുഖ്യമന്ത്രിമാരിൽ 3 പേരെ താഴെയിറക്കിയാണ് BJPയുടെ ഗെയിം പ്ലാൻ എക്സാക്ട് ആയത്. എതിരാളികളും കടുത്ത വിമർശകരുമായ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെയും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെയും കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ദയനീയ പതനത്തോടെ ഉരുത്തിരിയുന്നത് പുതിയ രാഷ്ട്രീയ സാഹചര്യമാണ്. ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിപ്പിക്കുന്നതിലടക്കം കേന്ദ്ര ഇടപെടൽ വ്യക്തമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. തമിഴ്നാട്ടിൽ വിജയ് തരംഗം സൃഷ്ടിക്കപ്പെട്ടതിൽ കേന്ദ്ര സർക്കാരിനും വലിയ പങ്കുണ്ട്. കരൂർ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ അപകടം, പ്രചാരണ അനുമതിയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ, കേന്ദ്ര ഏജൻസികളുടെ ചോദ്യം ചെയ്യൽ, സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയ വെല്ലുവിളികളിലൂടെ കടന്നുപോകുന്ന തമിഴ് വെട്രി കഴകമെന്ന നൗകയെ തകരാതെ നോക്കിയത് കേന്ദ്ര സർക്കാരിന്റെ അദൃശ്യകരങ്ങളാണെന്നാണ് അനുമാനം. കേന്ദ്ര ഏജൻസികളുടെ ചോദ്യം ചെയ്യൽ വിജയ്ക്ക് അനുകൂലമായ സഹതാപ തരംഗമുണ്ടാക്കി. DMKയെ തകർത്തെറിയാൻ മറ്റൊരു തമിഴ് ശക്തിക്ക് മാത്രമേ കഴിയൂവെന്ന് തിരിച്ചറിഞ്ഞിടത്താണ് BJPയുടെ വിജയം. ഭരണകക്ഷിയായ DMKക്കെതിരെയുള്ള കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങളും ഈ വിജയത്തിന് പിന്നിലുണ്ട്. പ്രാദേശിക കക്ഷികളുമായി സഖ്യമുണ്ടാക്കി തമിഴ് മനസ്സുകളിൽ ഇരിപ്പുറപ്പിക്കാമെന്ന പദ്ധതി നടക്കില്ലെന്ന് AIADMKയുമായുള്ള സഖ്യത്തിൽ BJP മനസ്സിലാക്കിയതാണ്. ഇതാണ് TVKയുമായുള്ള സഖ്യത്തിന് മുതിരാതിരുന്നത്. ഒറ്റയ്ക്ക് മത്സരിച്ച് BJPക്ക് കിട്ടിയത് ഒരു സീറ്റ് മാത്രമാണ്. മറ്റു മണ്ഡലങ്ങളിൽ അവർ TVKക്ക് പിന്തുണ നൽകിയെന്ന് വേണം കരുതാൻ. അതേസമയം യുവജനങ്ങളുടെ പിന്തുണയും ഭരണവിരുദ്ധ വികാരവും മുതലെടുത്ത് വിജയ് നേടിയ വിജയം പ്രാദേശിക രാഷ്ട്രീയത്തിന് പുതിയൊരു മുഖം നൽകുന്നുണ്ട്. ആന്ധ്രയിൽ ജഗൻമോഹൻ റെഡ്ഡിക്ക് പിന്തുണ നൽകിയാണ് BJP ആന്ധ്ര രാഷ്ട്രീയത്തിൽ ആദ്യം കയറിപ്പറ്റിയത്. ഇതേ അടവ് ഭാവിയിൽ തമിഴ്നാട്ടിലും ഉണ്ടാകാം. CMRL കേസ് പിണറായി വിജയനെതിരെ തെരഞ്ഞെടുപ്പ് കാലം വരെ നിലനിർത്തിയതും തെരഞ്ഞെടുപ്പിന് മുമ്പായി FCRA നിയമ ഭേദഗതി വിവാദം മനഃപൂർവ്വം കൊണ്ടുവന്നതും ഇടതുപക്ഷത്തിന് ഇരട്ടടിയായി. BJPയോട് അടുത്തിരുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ ഇതോടെ UDFന് അനുകൂലമായി. ഒപ്പം ഭൂരിപക്ഷ സമുദായ വോട്ടിന്റെ പിൻബലത്തിൽ 3 സീറ്റ് നേടാനും BJPക്കായി. മമത 15 വർഷവും പിണറായി 10 വർഷവും സ്റ്റാലിൻ 5 വർഷവും ഭരിച്ചപ്പോൾ ജനങ്ങൾക്ക് ഇവരുടെ ഭരണം അസഹ്യമായി. ഈ കടുത്ത ഭരണവിരുദ്ധ വികാരം ഈ 3 മുഖ്യമന്ത്രിമാരെ തൂത്തെറിഞ്ഞപ്പോൾ ഗുജറാത്തിൽ 30 വർഷമായി ഭരിച്ചിട്ടും BJP വിജയഗാഥ തുടരുകയാണ്. എങ്ങനെയാണ് BJP ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ ലളിതമാണ്. രാഷ്ട്രീയത്തിലുള്ളവർ ആരും ഇതേക്കുറിച്ചൊന്നും പഠിക്കുന്നില്ല എന്നതാണ് വാസ്തവം. കൃത്യമായി കാര്യങ്ങൾ പഠിക്കുന്നത് BJP മാത്രം. തെറ്റുകളിൽ നിന്ന്, വീഴ്ചകളിൽ നിന്ന് എല്ലാം അവർ പാഠങ്ങൾ പഠിക്കുന്നു. പിന്നീട് കുറവുകൾ നികത്തി മുന്നോട്ടു പോകുന്നു. മെയ് 4-ന് ഗുജറാത്തിലെ ഉംറേത്ത് എന്ന നിയോജക മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയായ ഹർഷിത് പാർമൽ ജയിച്ചത് 30,000 വോട്ടുകൾക്കാണ്. ഇതാണ് BJPയുടെ മാജിക്. 1995-ലാണ് BJP ആദ്യമായി അധികാരത്തിൽ വന്നത്. ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഇത് 31ാമത്തെ വർഷമാണ് BJP തുടർച്ചയായി ഭരിക്കുന്നത്. 7 തവണയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഇവിടെ ജയിച്ചത്. കേശുഭായ് പട്ടേലാണ് 1995-ൽ ഇവിടെ BJP മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തിയത്. 1995 മാർച്ച് 14 മുതൽ 2026 വരെ BJPയുടെ 7 മുഖ്യമന്ത്രിമാരാണ് ഇവിടെ പിറന്നത്. സുരേഷ് ചന്ദ്ര മഹൽ, ശങ്കർ സിംഗ് വഘേല, ദിലീപ് ഭായ് പരേഖ്, നരേന്ദ്രമോദി, ആനന്ദിബെൻ പട്ടേൽ, വിജയ് രൂപാണി, ഭൂപേന്ദ്ര പട്ടേൽ എന്നിവരാണ് ഈ മുഖ്യമന്ത്രിമാർ. അഴിമതിയുടെയോ മറ്റേതെങ്കിലും രൂപത്തിലോ വലിയ വിവാദങ്ങളില്ലാതെ ഭരണം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഏക ലക്ഷ്യം. താഴെ തട്ടിലുള്ള ജനങ്ങളുമായി എപ്പോഴും സഹകരണം സജീവമായി നിലനിർത്തുക എന്നതാണ് മറ്റൊരു വഴി. ഇതിനെല്ലാം അപ്പുറം ഗുജറാത്തുകാരുടെ മോദി പ്രധാനമന്ത്രിയായി ഇരിക്കുന്നു എന്നതും ഗുജറാത്തുകാരെ BJPക്ക് അപ്പുറം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നില്ല. മന്ത്രിമാരെ ഇടയ്ക്കിടെ മാറ്റി പുതിയ മുഖങ്ങളെ കൊണ്ടുവരിക എന്നതാണ് ഭരണവിരുദ്ധ വികാരങ്ങളെ മറികടക്കാനുള്ള മോദിയുടെ ഫോർമുല. പക്ഷേ കുടുംബ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന സ്റ്റാലിനും മമതയ്ക്കും പിണറായി വിജയനും അവരില്ലാത്ത ഒരു ഭരണം ചിന്തിക്കാൻ കൂടി കഴിയില്ല. സ്റ്റാലിൻ തനിക്ക് ശേഷം മകനെയും, മമത തനിക്ക് ശേഷം മരുമകൻ അഭിഷേക് ബാനർജിയെയും, പിണറായി തനിക്ക് ശേഷം മരുമകൻ മുഹമ്മദ് റിയാസിനെയും അധികാരമേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതിനെല്ലാം അപ്പുറം മോദി പ്രധാനമന്ത്രിയായിരിക്കുന്നു എന്നതും ഗുജറാത്തുകാരെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഘടകമാണ്. ഗുജറാത്തിലെ നഗര വോട്ടർമാർക്ക് ഇപ്പോഴും നരേന്ദ്രമോദിയോട് വൈകാരികമായ അടുപ്പമുണ്ട്.